കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം ഇന്ന് പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്കെല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം എൻ്റെ 34-ാമത്തെ വാക്യം: നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപമുണ്ടാകണം എന്ന് തൻ്റെ ശിഷ്യന്മാരോട് വെളിപ്പെടുത്തുകയാണ്. 33-ാമത്തെ വാക്യം: നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ, കള്ളൻ എടുക്കുകയോ പുഴുകെടുക്കുകയോ ചെയ്യാത്ത, സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മെഡിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളുവിൻ. തുടർന്നാണ് 34-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ: നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. ഭൂമിയിൽ പാർക്കുമ്പോൾ നമുക്ക് നിക്ഷേപം ആവശ്യമാണ്. എന്നാൽ ഇതേ ഭൂമിയിൽ പാർക്കുമ്പോൾ തന്നെ സ്വർഗീയ ഭവനത്തിലും നമുക്ക് നിക്ഷേപമുണ്ടായിരിക്കണം. ഈ ഭൂമിയിലെ വാസകാലഘട്ടം അല്പകാലഘട്ടമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. പൂ പോലെ ഉതിർന്നു പോകും, പുല്ലുപോലെ വാടിപ്പോകും, പൊടി പോലെ പാറിപ്പോക്കും. എന്നാൽ ഇതിനപ്പുറമായിട്ട് ഒരു സ്വർഗീയ ഭവനമുണ്ട്. ആ ഭവനത്തിൽ എത്തിച്ചേരണമെങ്കിൽ, ആ ഭവനത്തിൽ വസിക്കണമെങ്കിൽ നാം ഭൂമി പാർക്കുമ്പോൾ ആ ഭവനത്തിൽ നിക്ഷേപമുള്ളവരായിരിക്കണം. ആ ഭവനത്തിന് അവകാശികളായിരിക്കണം. ഭൂമിയിൽ വെച്ച് നമുക്ക് ഒന്നും ലഭിക്കാതിരിക്കുമ്പോഴും നിരാശപ്പെടരുത്, ഭാരപ്പെടരുത്. സ്വർഗ്ഗത്തിലെ പിതാവ് തൻ്റെ മക്കൾക്കത് നൽകും എന്ന് കർത്താവ് വെളിപ്പെടുത്തി. സ്വർഗത്തിൽ നിക്ഷേപം നമുക്കുണ്ടെങ്കിൽ ആ സ്വർഗവുമായിട്ടുള്ള ആഴമായ ബന്ധം ഭൂമിയിൽ പാർക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാകും. അത് സ്വർഗീയ നിക്ഷേപം സ്വരുക്കൂട്ടുന്ന ഒരു ദിനമായി തീരട്ടെ. വരും നാളുകളിലും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.